നമസ്കാരമുണ്ട്. ഇത് പണ്ടൊരു ചൊല്ലുണ്ട്, 10 തലയൊപ്പം ചേർന്നാലും 4 മുല ചേരില്ലെന്ന്. ഇതൊരു അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ഫൈറ്റ്. അപ്പം അതിൽ ഒരു കഥാപാത്രം ഞാനാണ്. ഈ അമ്മായിയമ്മക്ക് 60 വയസ്സായി കഴിഞ്ഞ് മാസങ്ങളുള്ളൂ. ഇവർക്കില്ലാത്ത അസുഖങ്ങളില്ല. ഊരവേദന, മുട്ടുംകാല് വേദന എന്നിത്യാദി സകല പരിപാടിയുണ്ട്. അപ്പോൾ ഇവർക്ക് കളിക്കാനാണെങ്കിൽ നല്ല ത്രില്ലും ആഗ്രഹമാണ്. അപ്പോൾ ഇതിലൊരു ആക്രാന്തം കാണിക്കാണ്ടൊക്കെ ഒരു മയത്തിന് കളിച്ചു കൊടുക്കണം. അപ്പോൾ എന്നെ കൊണ്ടാണ് ചെയ്യിക്കൽ. അപ്പം ഞാൻ ഭംഗിയായിട്ട് നിർവഹിക്കും. കാരണം എനിക്കറിയാറില്ല ഇവരുടെ ശാരീരിക പ്രശ്നങ്ങൾ. പക്ഷേ സാമാനത്തിന് കമ്പം വന്നാൽ പിന്നെ അത് അടക്കാൻ പറ്റുള്ളൂ. വളരെ മയത്തിന് കളിച്ചു കൊടുക്കും. എപ്പോഴൊന്നും വേണ്ട അവർക്ക്, മാസത്തിൽ ഒരിക്കലാണ് അതേ കഴിയുള്ളൂ. അപ്പം ഞാനിങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നൊരു ഉപകാരം, പരോപകാരമാണല്ലോ പുണ്യം. അങ്ങനെ നിൽക്കുമ്പോൾ ആലുകളൊക്കെ ഉണ്ട് ഒരു സെറ്റപ്പ്. മോൻ ഗൾഫിലാണല്ലോ. ഇവളൊരുത്തനെ വീട്ടിലേക്ക് ഇതുവരെ കൊണ്ടുവന്നില്ല. പക്ഷെ ഇവിടെ പോകുമ്പോഴും അവനെ ഡ്രൈവ് ചെയ്യാൻ വിളിക്കും. ഷോപ്പിങ്, ടെക്സ്റ്റൈൽസിൽ തുണി വാങ്ങണോടത്ത്, റെസ്റ്റോറൻറ്റിലും എല്ലാ സ്ഥലത്തും ഒരുമിച്ച് എല്ലാം നടത്തണമുണ്ട്. അമ്മായിയമ്മക്ക് ഇത് ഒന്ന് ചോദ്യം ചെയ്ത്, ഒന്ന് ചൊറിച്ചിൽ പൂത്തപ്പോൾ ചോദ്യം ചെയ്ത് സംഭവം നേരെ ഉൾട്ടായി. ഈ തള്ളൻ ഞാനായിട്ടുള്ള കളിയൊക്കെ നൈസായിട്ട് മകൻ്റെ ചെവിയിൽ മരുമകളെത്തിച്ച്. വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ തള്ളക്ക്. എത്ര സ്ഥലത്ത് അമ്മായിയമ്മ മരുമകളും വളരെ കോപ്പറേറ്റീവായിട്ട് പരസ്പരം സഹകരിച്ച് കള്ളവെടി വെച്ച് ജീവിക്കുന്നുണ്ട്. തമ്മിൽ ചേഞ്ചുകളുണ്ട്. ഇതൊക്കെ സത്യമാണ്. ഞാൻ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു കുഴപ്പമില്ല. ഇതങ്ങനെയല്ല. ഒന്ന് ഫൈറ്റ് ചെയ്യാൻ നിയന്ത്രിച്ച് കളയാൻ നോക്കി. അപ്പോൾ നേരെ തിരിഞ്ഞ് മകൻ്റെ ചെവിയിലില്ലാ സംഭവത്തി. പക്ഷെ എൻ്റെ അടുത്ത് ആരും വരില്ല, അത് വേറെ കാര്യം. നമ്മളതിലൊരു കഥാപാത്രമാണെങ്കിലും എന്നോട് ചോദിക്കാനുള്ള ധൈര്യമില്ല. ഇപ്പോൾ ഫൈനൽ സംഭവിച്ചത് എന്താണെന്നറിയാം. ഇപ്പോൾ ഒരു താമസിക്കുന്ന വീട് വിറ്റിട്ട് ഈ പെണ്ണിൻ്റെ നാട്ടിലേക്ക് ഇവർ ഷിഫ്റ്റ് ചെയ്യാൻ പോവാം. ഈ തള്ള ഒരു തമാശക്കെങ്കിലും ഇത് ഇവിടെ കള്ളവെടി ചോദ്യം ചെയ്തതിൻ്റെ റിയാക്ഷനാണത്. ഇവരുടെ നാട്ടിൽ നിന്ന് വിറ്റ് അവരുടെ നാട്ടിലേക്ക് പോവാം. അതിൽ തള്ള ഫോണെടുത്ത് മകനെ വിളിച്ച്, നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കണത്, എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം നമ്മുടെ നാട്ടിൽ നിന്ന്? അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോകുന്നോ, അല്ലെങ്കിൽ പോകണടുത്ത് പോയിക്കോ, അല്ലെങ്കിൽ വൃദ്ധസാധനത്തിലാണ് അനാഥശാലയിലാണ് പോയി നിന്നോ പറയും. അപ്പോൾ ഇവർ വെച്ച് നീ ആരോടെ സംസാരിക്കണേ? മോനല്ലേ? അപ്പം ആ ഒരു അധികാരത്തിൽ ചോദിച്ചാൽ ആരോടാണെന്ന് സംസാരിക്കണമെന്നൊക്കെ നല്ല ബോധത്തോടുകൂടി പറയാം. ഇപ്പോൾ കാര്യം മനസ്സിലായി കാണൂലേ? ഇഷ്ടമുണ്ടെങ്കിൽ നിന്നോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പണിയൊക്കെ പോയിക്കോളാൻ പറയും. അപ്പം വിളിക്കാൻ തേച്ചത് പാണ്ടായി. മരുമകളുടെ കള്ളവടി പിടിക്കാൻ അമ്മായിയമ്മ ശ്രമിച്ച് അമ്മായിയമ്മക്ക് അത് വിളിക്കാൻ തേച്ചത് പാണ്ടായിപ്പോയി. സഹകരിച്ച് പോകണം. അമ്മായിയമ്മ മരുമകളൊക്കെ തമ്മിൽ കോപ്പറേറ്റ് ചെയ്യണം. ഇത്ര വീടുകളുണ്ട്. കാര്യങ്ങൾ നടന്നു പോകണം. അല്ലാണ്ട് ആരെങ്കിലും കയറി ബലാത്സംഗം ചെയ്യുക, കുറച്ച് പിള്ളേരെ കയറി ഉപദ്രവിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് പ്രശ്നം. പരസ്പര സംഭവത്തോടുകൂടി കളിച്ചാൽ ഈ നാട്ടിൽ ബലാത്സംഗം ഉണ്ടാവില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ പിച്ച് ചിന്തൂല. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട്. ആരോഗ്യം ഉണ്ടാവും. നല്ലോണം കളിക്കാൻ കിട്ടിയ കളി കിട്ടുന്ന ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം വർദ്ധിക്കും.
അതേപോലെ ആണിനും മെൻ്റലി ഒരുപാട് റിലാക്സേഷൻ കിട്ടുന്ന സംഭവം. അല്ലാണ്ട് കളിക്കരുത്, ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിയന്ത്രിച്ച് പറ്റ മോശമായി നമ്മുടെ നാട്. നമസ്കാരം.